നീ എപ്പോ വന്നു, എങ്ങനെ വന്നു, എന്തിനു വന്നു? എപ്പോ വന്നു, എങ്ങനെ വന്നു, എന്തിനു വന്നു? എന്ത് ആൺകുട്ടികൾ മാത്രമേ രാത്രി മതില് ചാടി കടന്നു വന്ന് കള്ളത്തരത്തില് പ്രേമിക്കുന്നു എന്ന് പറയൂ? ഞങ്ങൾ പെൺകുട്ടികൾക്ക് അത് പാടില്ലേ? എന്ത് നിന്റെ ഇഷ്ടം പറയാൻ വന്നു? നീ എന്താടി പറയുന്നേ? ശബ്ദം ഉണ്ടാക്കാതെ. ഇങ്ങനെ സർപ്രൈസ് ആയ എനിക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ. സത്യം പറയടി, ലവ് പറയാനാണോ വന്നത്? എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ഐ ലവ് യു. എന്ത് ഐ ലവ് യു? എന്തായിരുന്നു ഒരുപാട് ട്വിസ്റ്റ് തരാണല്ലോ. സത്യമായിട്ടാണോ? ഐ ലവ് യു, ലവ് യു, ലവ് യു, ലവ് യു. ഒരു തവണ പറയാൻ പറഞ്ഞ എത്ര ചേട്ടായിരിക്കുന്ന, എത്ര തവണ അവള് പറഞ്ഞു. അതെ, ഇന്നലെ വരെ നീ എന്നെ പ്രേമിച്ചിട്ടില്ല. പെട്ടെന്ന് നീ മിഡ് നൈറ്റ് ലവ്. എനിക്ക് ചെറുതിലെ തന്നെ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ടോ? അതെ, ഇത് ചെറുപ്പത്തിലെ സ്കൂൾ ആനുവൽ ഡേക്ക് ഡാൻസ് കളിക്കുമ്പോ എടുത്തതല്ലേ? ഈ വീഡിയോ എങ്ങനെ നിനക്ക് കിട്ടിയത്? എന്റെ അച്ഛനാ എടുത്തത്. എന്നാ നിന്റെ അച്ഛൻ റെക്കോർഡ് ചെയ്യുന്നു? ഹേ, നീയാണോ ആ പെണ്ണ്? ചെറുപ്പത്തിൽ നല്ല ക്യൂട്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റി ഒരുമാതിരി ഡള്ളായി? അയ്യോ, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആൻസി, ഞാൻ നിന്റെ അടുത്താണ് നിൽക്കുന്നതെന്ന്. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 2 വർഷം മുമ്പ് ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് തന്നില്ലേ? ഇന്നലെ ആക്സെപ്റ്റ് ചെയ്തത്. അപ്പോഴാ മനസ്സിലായത് അത് നീയാണെന്ന്. കൊച്ചിലെ നീ എന്നെ കിസ് ചെയ്തു അല്ലേ? വൃത്തിയായിട്ടവൻ. ഇപ്പോഴും ഞാൻ തെണ്ടി തന്നെയാ. ഇങ്ങോട്ട് നോക്ക്, ഐ ലവ് യു പറയാനാ ഞാൻ വന്ന്. അത് പറഞ്ഞു. ഇനി ഞാൻ പോവാ. മാറ്, ഞാൻ വന്ന വഴി. ശരി. അയ്യോ, ഏണി താഴെ വീണല്ലോ. നീ വേണമെങ്കിൽ രാത്രി ബെഡിൽ കിടന്നിട്ട് നാളെ രാവിലെ പൊയ്ക്കോ. കളിക്കരുത് കേട്ടോ. എന്റെ അച്ഛൻ എഴുന്നേക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. എന്നെ എങ്ങനെയെങ്കിലും താഴെ ഇറക്ക്. ഞാൻ നിന്നെ സേഫ് ആയിട്ട് താഴെ എത്തിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ. അച്ഛൻ മതിയോ? ഇതല്ലേ നിന്റെ കണ്ടീഷൻ? ശരി, ഇനി പോവാം. ഫോളോ മീ. നോക്ക്, എന്റെ അച്ഛൻ സ്പെഷ്യൽ ക്ലാസ്സിൽ വളരെ ബിസി ആയിരിക്കും. നിന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ 1 hour ബ്രേക്ക് എടുത്തിരിക്കുന്നത്. നീ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യ. പുള്ളിക്കാരനെ ഇംപ്രസ് ചെയ്ത് ഞാൻ പോക്കറ്റിലാക്കും. നോക്കിക്കോ. എനിക്കറിയാവുന്നിടത്തോളം അച്ഛൻ ഒരു കണ്ടീഷനും ഉണ്ടാവും. നീ ക്രിസ്ത്യൻ ആവണം. അത് ഓക്കെ അല്ലേ കുമാർ? ഇപ്പൊ നിന്നെ എന്റെ പഴയ പേരൊക്കെ വിളിക്കുന്നത് ഐ ആം ആൽബർട്ട്. നീ ക്രിസ്ത്യൻ ആവുന്നത് കൊണ്ട് വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. എനിക്ക് ആൽബർട്ട് എന്ന് പേരിട്ട് തന്നെ അച്ഛനും അമ്മയാ. ഹലോ. ഹലോ സർ, ഐ ആം കുമാർ. ഞാൻ മൈക്കിൾ ആശീർവാദം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഇരിക്കുമോളെ. മിസ്റ്റർ കുമാർ, നിങ്ങളെക്കുറിച്ചും നിങ്ങൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ചും നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചും എന്റെ മോള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഫാക്ട് എന്റെ മോൾക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കുന്നത് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. താങ്ക് യു സോ മച്ച്. വന്ന കാര്യം ഇത്രയും പെട്ടെന്ന് തീരും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഇരിക്കൂ. മിസ്റ്റർ കുമാർ, നിങ്ങൾ എന്റെ മോളെ വിവാഹം കഴിക്കണമെങ്കിൽ അതിന് 2 കണ്ടീഷൻസ് ഉണ്ട്. എനിക്കറിയാം സർ, ഞാൻ ക്രിസ്ത്യനായി മാറണം, മുടങ്ങാതെ ചർച്ചിലേക്ക് പോകണം. അതല്ലേ സർ? ഞാൻ പേര് പോലെ ആലോചിച്ചു സർ. സർ, ഐ ആം ആൽബർട്ട്. നിക്കട്ടെ മിസ്റ്റർ കുമാർ, ക്രിസ്ത്യനായി മാറുന്നതും ചർച്ചിലേക്ക് പോകുന്നതും ഇത് രണ്ടും ഒരു കണ്ടീഷനിലാണ് പെടുന്നത്. കാരണം ക്രിസ്ത്യനായി മാറിയാൽ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ചർച്ചിലേക്ക് പോകണം. പക്ഷെ എന്റെ 2ാമത്തെ കണ്ടീഷൻ വേറെയാണ്. സർ, നിങ്ങൾ മുഴുവനും മാറണം. എനിക്ക് മനസ്സിലായില്ല സർ. മലയാളത്തിലല്ലേ പറഞ്ഞത്? ഓക്കെ, മനസ്സിലാവുന്ന പോലെ ഞാൻ പറയാം. ജീസസ്, നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? സർ, ഞാൻ, അച്ഛൻ, അമ്മ, എന്റെ മുത്തശ്ശൻ, മുത്തശ്ശി, പിന്നെ ഒരു അനിയത്തിയുണ്ട് സർ. അങ്ങനെയാണോ? അവർ 6 പേരും മുഴുവനും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറണം, എങ്കിലേ ഈ കല്യാണം നടക്കും. അച്ഛാ, എന്താ ഇങ്ങനെ ഒരു പുതിയ കണ്ടീഷൻ? മോളെ, ഞാൻ അദ്ദേഹത്തിനകത്താ സംസാരിക്കുന്നത്. പറയൂ മിസ്റ്റർ കുമാർ. സർ, നിങ്ങളുടെ മകള് കല്യാണം കഴിക്കാൻ ഞാൻ ക്രിസ്ത്യനായിട്ട് മാറിപ്പോരെ സർ? അല്ലാതെ മുടങ്ങാതെ വ്രതം എടുത്ത് മാലയിട്ട് ശബരിമലയ്ക്കൊക്കെ പോയി നേർച്ചകളൊക്കെ നേരുന്ന ഇങ്ങനത്തെ ഭക്തിമയമായ ഒരു കുടുംബത്തെ ഞാൻ എങ്ങനെ ക്രിസ്ത്യനായിട്ട് മാറിയോണ്ട് തന്നെ. ജോക്സ് അപ്പാർട്ട്, മിസ്റ്റർ കുമാർ, ഇതിന്റെ പിന്നിൽ ഒരു ശക്തമായ കാരണമുണ്ട്. 1 വർഷത്തിന് മുമ്പ് ഡയാന എന്നൊരു പെൺകുട്ടി, നാൻസി, നിനക്ക് അവളറിയാം.
അവള് ഒരു ഹിന്ദു ചെറുക്കനെ പ്രേമിക്കുന്നു, വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നു. ഞാനാണ് അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. 6 മാസം അവർ ഡൈവേഴ്സ് ചെയ്ത് വന്നു. എന്താ കാരണം എന്നറിയോ? എന്താ? There is lot of cultural differences and differences of opinion because of religion. ഇപ്പോ ഞങ്ങൾക്ക് ക്രിസ്മസ്, ന്യൂ ഇയർ, ഈസ്റ്റർ എന്ന് പറഞ്ഞ 3 വിശേഷങ്ങളേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. വിനായക ചതുർത്ഥി തൊട്ട് വിഷു, സരസ്വതി പൂജ, ആയുധ പൂജ, ഓണം, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഞങ്ങൾ ഞായറാഴ്ച ആയ ചർച്ചിലേക്ക് പോകും. നിങ്ങൾ ഏത് ദിവസം ഏത് അമ്പലത്തിലേക്ക് പോകുന്നു നിങ്ങൾക്ക് തന്നെ അറിയില്ല. നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് വേറെയാണ്, ഞങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് വേറെയാണ്. നിങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസ് വേറെയാണ്, ഞങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസ് വേറെയാണ്. സി, ഞാൻ ഒരു ബട്ടൺ മാത്രമേ ഇടാതുള്ളൂ. നിങ്ങളാണെങ്കിൽ ബട്ടണേ ഇട്ടിട്ടില്ല. ഇത്തരം യാതൊരു പ്രശ്നങ്ങളും എന്റെ മോൾക്ക് വരാൻ പാടില്ല എന്ന കാരണം കൊണ്ടാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ക്രിസ്ത്യാനിറ്റിക്ക് മാറിക്കഴിഞ്ഞാൽ മാത്രമേ വിവാഹം നടക്കൂന്ന് ഞാൻ പറഞ്ഞത്. Now what do you say, Mr. Kumar alias Albert? സർ, എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്, പറയട്ടെ? പറഞ്ഞോളൂ. ഐഡിയാസ് ആർ ഓൾവേസ് വെൽക്കം. ജീസസ്. സാറിന്റെ കുടുംബത്തിൽ മൊത്തം എത്ര പേരുണ്ട്? ഞങ്ങളുടെ കുടുംബത്തില് എന്റെ ഭാര്യ, എന്റെ മോള്, ഞാൻ 3 പേര്. സർ, ഞങ്ങൾ 6 പേര് ക്രിസ്ത്യനായിട്ട് മാറുന്നതിന് പകരം നിങ്ങൾ 3 പേര് ഹിന്ദു ആയിട്ട് മാറിക്കൂടും. കുമാർ, there won't be any cultural differences or difference in opinion because of the religion. What do you say, Mr. Michael എന്ന ആശീർവാദം? മിസ്റ്റർ, എന്റെ മോളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് യാചിക്കുന്നില്ല. നിങ്ങളാണ് എന്റെ അടുത്തേക്ക് വന്നിട്ട് മോളെ വിവാഹം കഴിച്ചു തരണമെന്ന് യാചിക്കുന്നത്. ഞാൻ പറയുന്ന കണ്ടീഷന് നിങ്ങളും നിങ്ങളുടെ കുടുംബവും സമ്മതിക്കുകയാണെങ്കിൽ ഈ വിവാഹം നടക്കും. ഇല്ലെങ്കിൽ സർ, ഒരു മിനിറ്റ്. നിങ്ങളുടെ ലവ് ആയിരുന്നു, അറേഞ്ച് മാരേജ് ആയിരുന്നു? അറേഞ്ച്ഡ് മാരേജ് ആണ്. എന്റെ അച്ഛന്റെ അമ്മയുടെ സമ്മതത്തോടെ. എന്റെ മാമന്റെ മകളല്ലേ. അതുകൊണ്ടൊന്നും അറിയാത്തത്. എന്താ അറിയാത്തത്? നമ്മളെക്കാൾ ഹൈടെക് ആയിട്ടുള്ള പെമ്പിളേര് നമ്മളെ വിട്ടു പോകും. നമ്മളെക്കാൾ ലോ ക്വാളിറ്റി ഉള്ള പെമ്പിളേര് നമ്മൾ വിട്ടുപോകും. നമ്മുടെ ഹൈറ്റിനും വെയിറ്റിനും സ്റ്റാൻഡേർഡിനും ഒക്കെ ഒരു പെണ്ണിനെ ചൂസ് ചെയ്ത് അവനൊരു ബോയ് ഫ്രണ്ടോ ബെസ്റ്റ് ഫ്രണ്ടോ മുറച്ചെറുക്കനോ ഇല്ലാതെ ഉണ്ടെങ്കിൽ അവളെ കറക്റ്റ് ചെയ്യാൻ മാസാമാസം പെട്രോൾ ബില്ല്, റീചാർജ് ബില്ല്, മ്യൂസിക് ചാനൽ സ്ക്രോളിംഗ് ഐ ലവ് യു, FM സോങ് റിക്വസ്റ്റ്, അങ്ങനെ ഇങ്ങനെ അവസാനം കഷ്ടപ്പെട്ട് അവളുടെ നമ്പറും വാങ്ങി അതില് ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഊന്നൊരു സ്മൈലി ഇട്ട് അവളുടെ മനസ്സിളക്കി റിപ്ലൈ ചെയ്യാൻ വെച്ച് പിന്നെ നേരം കാലം നോക്കാതെ പൈസ ഒന്നും നോക്കാതെ 24 മണിക്കൂർ ഫോണിൽ സംസാരിച്ച് എങ്ങനെയെങ്കിലും ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യാൻ വെച്ച് തിയേറ്റർ, പാർക്ക്, ബീച്ച് എന്നൊക്കെ ചെലവ് ചെയ്ത് മുടിഞ്ഞ് ഒരു വിധത്തിൽ കല്യാണം കഴിക്കാൻ സമ്മതിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് നിന്നാലേ തന്തപ്പടിയുടെ കണ്ടീഷനൊക്കെ കണ്ടില്ലേ? വേണ്ടി വന്ന താൻ എന്റെ വീട്ടിൽ മീൻ ഇൻകം വരുന്ന ചേച്ചിനെയും ആൾക്കാരെയും എല്ലാരും ക്രിസ്ത്യനായിട്ട് താൻ മാറാൻ പറയലോടോ. താനൊക്കെ എന്ത് അധ്യാപകനാടോ? കുമാർ, സ്വയം കണ്ണാടി നോക്കി തുപ്പിക്കോ. നിർത്ത്. ഇങ്ങനത്തെ കണ്ണി കണ്ട മലയാളം പടങ്ങളൊക്കെ കണ്ട് ഇവിടെ നിന്ന് വാചകടിച്ചാൽ ഞാൻ എന്റെ മോളെ നിനക്ക് കെട്ടിച്ചേരെന്ന് വിചാരിച്ചോ? ഇറങ്ങി പോടാ. വാടാ താൻ എപ്പനെ ഡാ വിളിക്കുന്ന കാത്തിരിക്കാ. പോടാ. കുമാർ, അദ്ദേഹം എന്റെ അച്ഛനാണ്. മര്യാദയ്ക്ക് സംസാരിക്കണം. ഇവനൊക്കെ എന്തോന്ന് മര്യാദടി. ഞാൻ തെറി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കുക. ലോക്കൽ എന്താടാ, ഞാൻ ലോക്കൽ തന്നെയാ. അതടാ, നിന്നെ പോലത്തെ ലോക്കൽ പിള്ളേരെ ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോ പോലും നോക്കില്ല. നോക്കണ്ട. എന്റെ മോള് പ്രേമിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാ നിനക്ക് മര്യാദ ഇവിടെ വന്നിരുത്തി സംസാരിക്കുന്നത്. സംസാരിക്കണ്ട. ഇപ്പൊ ഞാൻ നിന്നോട് പറയുന്നു, എന്റെ അനുവാദം ഇല്ലാതെ എന്റെ മോളുടെ നിഴല് പോലും നിനക്ക് തൊടാൻ കഴിയില്ല. തന്റെ മോളെ എവിടെ വെച്ച് പൊക്കണം എനിക്ക് നന്നായിട്ട് അറിയാം. താനൊരു പോലെ ഇളക്കാൻ പറ്റില്ല. ഇളക്കാൻ നിന്റെ തലയിൽ അതും ഇല്ലല്ലോ. നീ വെളിയിൽ പോ. നീ ഇവിടെ നിൽക്കുമോ? നീ ഇതിൽ ഇടപെടണ്ട ഡാർലിംഗ്. മിസ്റ്റർ ആശീർവാദം, എന്താടാ? തന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ കല്യാണം കഴിക്കും. നന്നായിട്ടൊന്ന് ഫീൽ ചെയ്ത് കരയില്ല ബേബി. ഞാൻ പോടാ. നിന്നെ പോലത്തെ ലോക്കൽ പിള്ളേരെ ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോ പോലും തിരിഞ്ഞു നോക്കില്ല. വിവരമുള്ള ഒരു പ്രൊഫസർ പോലാണോ സംസാരിച്ചത്? റോമിയോ പടത്തിൽ ദിലീപിനെ പോലെ ക്രിസ്ത്യൻ വേഷം കെട്ടി നിന്നെ കെട്ടിക്കാന്ന് വിചാരിച്ചപ്പോ കുടുംബത്തെ മൊത്തം മാമൂസ് മുക്കാൻ പോകണം. അളിയാ, നാൻസി എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ റെഡിയാ. വാ അളിയാ, നമ്മുടെ ഏരിയയിലെ പിള്ളേരെയൊക്കെ വിളിച്ച് അങ്ങോട്ട് റെയ്ഡ് ആക്കാം. നീ റെയ്ഡ് ഉണ്ടാക്കോ, പഞ്ചായത്ത് നടത്തുകയും ചെയ്യും. അപ്പോഴേക്കും നാൻസി വിദേശത്തേക്ക് പറക്കുകയും ചെയ്യും. വേണ്ട അളിയാ, അല്ലെങ്കിൽ നാട്ടിലെ വലിയ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് പഞ്ചായത്ത് ഇരിക്കാം. അവരാരും വരില്ല. അതെന്താ? മിന്നൽ മുരളി പാർട്ട് 2 ഷൂട്ടിങ്ങിന് പോയിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലീസിനെ അപ്രോച്ച് ചെയ്യാം. വായിൽ വെച്ച് തോട്ടപ്പെട്ടി തലയേറിപ്പോയ കാമുന്ന ന്യൂസ് വരും. മതിയോ? അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ആയിട്ടുള്ള ഒരു കേസ് ഇട്ട് സുപ്രീം കോടതി വരെ പോവാം. ഇങ്ങനത്തെ കേസൊന്നും ഹൈക്കോടതി പോലും എടുക്കുന്നില്ല, പിന്നല്ലേ സുപ്രീം കോടതി. എന്താടാ എന്ത് ചോദിച്ചാലും ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് തന്നെ പറയുന്നത്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട പറ? നീ ബഹളം വെച്ച് വഴക്കുണ്ടാക്കി പഞ്ചായത്തിൽ പറഞ്ഞ് പോലീസിന്റെ അടുത്ത് പരാതിയും കൊടുത്ത് കോടതി ചെന്ന് ഗവൺമെന്റ് അടുത്ത് പോയാലും ഒന്നും നടക്കില്ല. ഒരേ ഒരാൾ കഴിച്ചാലേ കാര്യം നടക്കൂ. ആരാടാ അയാള്? ഗോമതി ഗോപാലകൃഷ്ണൻ. എവിടെയാണ് ഉള്ളത്? നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലിരിപ്പുണ്ട്.